പിന്നെയും ഒരു ചിങ്ങമാസം പിറന്നതിൻ്റെ, പിന്നെയും ഒരു ഓണക്കാലം എത്തിയതിൻ്റെ, പിന്നെയും അടൂർ സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചതിൻ്റെ, പിന്നെയും പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ സാധിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത്. അടൂർ സാറിൻ്റെ അഭിനയ ജീവിതത്തിൽ 50-ാം വർഷം തികയുന്നു. അദ്ദേഹത്തിൻ്റെ 75-ാം പിറന്നാൾ ആഘോഷിക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആ സന്തോഷം ഒന്നുകൂടി ഇരട്ടിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, വളരെ ഭയത്തോടും ബഹുമാനത്തോടും കൂടി മാത്രം നോക്കി കണ്ടിട്ടുള്ളൊരു പേരാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ളത്. ചെറുപ്പത്തിലൊക്കെ ദൂരദർശനിലൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വളരെ കാര്യമായിട്ടിരുന്ന് കാണുമ്പോൾ എനിക്കിതെന്തോ കാര്യമായ സംഭവമെന്ന് മനസ്സിലായി. പക്ഷേ എന്നാൽ ഞാനും സിനിമയെ കുറിച്ചിട്ടും അതിൽ വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഇരുന്നിട്ട് ഞാൻ വലിയ കാര്യത്തിൽ ഇത് കാണുമായിരുന്നു. അടൂർ സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഒരു ചാക്കിൽ പെട്ടതുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. വർഷങ്ങൾക്ക് മുന്നേ കഥാപുരുഷൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറയുന്ന ഒരു പരസ്യത്തിൽ എൻ്റെ അച്ഛൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. അച്ഛാ മറുപടി വന്നാ ഞാൻ ചോദിക്കും. അച്ഛൻ ഇല്ല മോളെ വിളിക്കും എന്ന് പറയും. ഇനി അച്ഛാ മറുപടി വന്നാ ഇല്ല മോളെ വിളിക്കും. കാരണം എനിക്കറിയാം അടൂർ സാറ് വലിയൊരാളാണ്. അപ്പം എനിക്ക് സ്കൂളിലൊക്കെ വലിയ അഭിമാനത്തിൽ പറയാം. പിന്നെ അതിൻ്റെ അടുത്ത ലക്കത്തിലുള്ളൊരു സിനിമ മാഗസീനിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഉണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഇനി വിളിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പം അന്ന് അതെനിക്കൊരു സങ്കടമായിട്ടുണ്ടായിരുന്നു. എൻ്റെ കുട്ടി മനസ്സിലതൊരു വലിയ സങ്കടമായിട്ട് മാറി എനിക്ക്. കാരണം ഞാൻ ആരോടൊക്കെയോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അടൂർ സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ വളരെ കാര്യമായിട്ട് ചോദിച്ചു, സാർ എന്താ സാർ എന്നെ അന്ന് സെലക്ട് ചെയ്യാതിരുന്നത്? ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള ഫോട്ടോ, ക്ലോസപ്പിൽ ചിരിക്കണ ഫോട്ടോ, എല്ലാ വിധത്തിലുള്ള ഫോട്ടോയും അയച്ചു തന്നിട്ട് സാർ എന്ത് സാർ എന്നെ വിളിക്കാതിരുന്നത്? അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, അയ്യോ അത് ഞങ്ങളിങ്ങനെ പത്രത്തിൽ പരസ്യം കൊടുത്തതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ 2 ചാക്ക് നിറയാണ് ഫോട്ടോസ് വന്നത്. 2 ചാക്ക്. അതിൽ 1 ചാക്ക് തുറന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ സാർ മറ്റേ ചാക്കിൽ ഞാനുണ്ടായിരുന്നു സാർ. അതായിരുന്നു തുടക്കം. പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് 4 പെണ്ണുങ്ങളിൽ എന്നെ വിളിച്ചു. ഒന്നും അറിയാതെ കഥാപാത്രത്തിനെ കുറിച്ചിട്ട് ഒന്നും അറിയണമെന്നും ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും അതിൽ വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് എനിക്ക് അദ്ദേഹം തന്നിട്ടുള്ളത്. ലളിതാൻ്റി കഴിഞ്ഞാൽ ലളിതാൻ്റിയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആക്ട്രസ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അഭിനയിക്കാൻ സാധിച്ച ഒരാളെന്നൊരു വലിയൊരു അഭിമാനം അല്ലെങ്കിൽ ഒരു ഭാഗ്യം എനിക്കുണ്ട്. ഈ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അടൂർ സാറിനെ വളരെ അടുത്തറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് മാത്രമാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഇപ്പോൾ ദിലീപേട്ടൻ പറഞ്ഞു, ഞാനും ദിലീപേട്ടനും കുറേ ശ്രമിച്ചിട്ടുണ്ട് കഥ അറിയാനൊക്കെ അല്ലേ. നമ്മൾ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും കഥ അറിയാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഒരു പ്രാവശ്യം സാറങ്ങനെ സ്ക്രിപ്റ്റൊന്നും കയ്യിൽ കൊടുക്കാറൊന്നുമില്ല, സീനൊന്നും കൊടുക്കാറില്ല എന്നുള്ളത് നമുക്കറിയാം. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് സാറ് പെട്ടെന്ന് സ്ക്രിപ്റ്റ്, അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാറ് ദിലീപേട്ടൻ്റെ കയ്യിൽ കൊടുത്തു ഡയലോഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. ദിലീപേട്ടൻ ഇങ്ങനെ കണ്ണു നല്ലിട്ട് കുറച്ചു നേരം സാറിനെ തന്നെ ഒന്ന് നോക്കി. പിന്നെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും ഇതെടുത്തിട്ട് ഓടാം, എന്നിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ തലത്തിരുന്ന് വായിച്ചിട്ട് തിരിച്ചു കൊടുക്കാം. പക്ഷെ അപ്പം തന്നെ സാറത് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മാറി നിന്നിട്ട് പിന്നെ ഒരു സീൻ എടുത്തോണ്ട് നോക്കുമ്പോൾ സാറിൻ്റെ കൂടെ രാജൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. സാറിൻ്റെ കൂടെ എപ്പോഴും സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. സാറിങ്ങനെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ ആൾ വരും. ആളുടെ കയ്യിലൊരു ബാഗുണ്ട്. പതിയെ ആളാ ബാഗിൽ നിന്ന് സ്ക്രിപ്റ്റ് എടുത്ത് സാറിൻ്റെ കയ്യിൽ കൊടുക്കും. സാറ് കുറച്ചിങ്ങനെ വായിച്ചു നോക്കും. രാജ എന്ന് വിളിക്കും, തിരിച്ചു കൊടുക്കും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി രാജനെ പിടിച്ചാൽ മതി. അപ്പം ഞങ്ങൾ പറഞ്ഞു, അതെ രാജൻ്റെ കയ്യിലുണ്ട് കേട്ടോ സ്ക്രിപ്റ്റ്. അപ്പോൾ അതിലേവട്ടെ ഇയാൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത്? നമ്മളൊക്കെ താമസിക്കുന്ന ഹോട്ടൽ തന്നെയാണ്. അല്ല നമ്പർ എടുക്കാം, നമുക്ക് വാട്സപ്പിൽ കൂടെ അയച്ചുതരാൻ പറയാം. റൂമിലെത്തിയിട്ട് അതൊന്നും നടന്നില്ല. അപ്പം അടൂർ സാറിന് ഇനിയും ഒരുപാട് കാലം ആരോഗ്യത്തോട് കൂടിയിട്ട് സിനിമ ചെയ്യാൻ സാധിക്കട്ടെ. അടൂരങ്ങളുടെ പടത്തിൽ വന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്.
താങ്ക്സ്. താങ്ക് യു.